നമസ്കാരം, ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. ഇതെൻ്റെ 187ാമത്തെ എപ്പിസോഡാണ്. ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വൈ അധർമ്മ പീപ്പിൾ വിൻസ് ഫ്രം കലിയുഗ. ഈ കലിയുഗത്തിൽ ഈ അധർമ്മം പ്രവർത്തിക്കുന്നവരെന്താണ് വിജയിക്കുന്നത് എന്നാണ്, എന്തുകൊണ്ടാണെന്നാണ് ഞാൻ അന്വേഷിക്കുന്നത്. അപ്പോൾ ഇത് നല്ല മനസ്സുള്ള ആളുകൾക്കാണല്ലോ ആ ഒരു പ്രശ്നം വരുന്നത്. മറ്റുള്ളവർക്ക് ഇത് ചിന്തിക്കുന്ന പോലും ഇല്ലല്ലോ. അവർ കലിയുഗം ശരിക്കും അധർമ്മത്തിൻ്റെ യുഗമാണെന്നാണ് ഹിന്ദു പുരാണങ്ങൾ പറയുന്നത്. അത് ആ കലിയുഗത്തിൽ അധർമ്മമാണ് വിജയിക്കുന്നത് എന്നാണ് ഹിന്ദു പുരാണങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ സത്യയുഗം എന്ന് പറയുന്നത് സത്യം കൊണ്ട് സത്യം പറയുന്നവർ സത്യവും ധർമ്മമൊക്കെ പറയുന്നത് വിജയിക്കുന്ന ഒരു യുഗമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ത്രേതായുഗം, അത് അതിൽ ശ്രീരാമനാണ്, മര്യാദ പുരുഷോത്തമനായ ശ്രീരാമനും മറ്റ് ആളുകളൊക്കെ ആയിരുന്നു അതിൽ ആ യുഗത്തിൽ. അത് കഴിഞ്ഞിട്ട് ദ്വാപരയുഗമായി. ദ്വാപരയുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനായിരുന്നു ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്തത്. ഈ കലിയുഗത്തിൽ മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരം ആണ് കൽക്കി അവതാരം എന്ന് പറയും. ആ കൽക്കി അവതാരമാണ് അവസാനം വരുന്നതെന്നാണ് ഹിന്ദു പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ അധർമ്മത്തിന് വിജയിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് കലിയുഗത്തിലുള്ളത്. വളരെ ശരിയാണെന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. കാരണം നമുക്കുള്ള കഷ്ടപ്പാടും നമുക്കുണ്ടാകുന്ന തകർച്ചയൊക്കെ വളരെ വലുതായിരിക്കും ഈ കലിയുഗത്തിൽ. നമ്മൾ എല്ലാ സാഹചര്യങ്ങളും നമുക്കെതിരായിരിക്കും നല്ല മനസ്സുള്ളവർക്ക്. അല്ലാത്തവർക്കൊരു പ്രശ്നവുമില്ല. അല്ലാത്തവരെപ്പോഴും അങ്ങനെയാണല്ലോ, അവരുടെ കാര്യങ്ങളൊക്കെ നടക്കും. നല്ല മനസ്സുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ കലിയുഗത്തിൽ വരുമെന്ന് നേരത്തെ പുരാണങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഭഗവത്ഗീത പറയുന്നത്, ഹേ അർജുന, ധർമ്മം നശിക്കുമ്പോൾ അധർമ്മം വിജയിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ സ്വയം അവതാരം എടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, എല്ലാ യുഗങ്ങളിലും ഞാൻ അധർമ്മത്തെ നശിപ്പിക്കാനും ധർമ്മം പുനഃസ്ഥാപിക്കാനും വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, ഈ 3 യുഗങ്ങളിലും ഭഗവാൻ അവതാരം എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കൽക്കി അവതാരമാണ് ഈ കലിയുഗത്തിൽ മഹാവിഷ്ണു ഭഗവാൻ എടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഭക്തൻ ഹനുമാൻ സ്വാമി, അതായത് ആഞ്ജനേയ സ്വാമി ഭഗവാനാണ് ചിരഞ്ജീവികളിൽ ഒരാളാണ്. അദ്ദേഹം 5 സ്ഥലങ്ങളിൽ കലിയുഗത്തിൽ കാണുമെന്നാണ് പറയുന്നത്. 5 സ്ഥലങ്ങളിൽ. ഒന്നാമത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഗന്ധമാദന പർവ്വതം എന്ന് പറയും. അത് പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു പർവ്വതമാണ് ഗന്ധമാദന പർവ്വതം. പിന്നെ രണ്ടാമതായിട്ട് കാണുന്നത് രാമായണം വായിക്കുന്ന സ്ഥലങ്ങളിൽ, അതായത് രാമായണമൊക്കെ വായിക്കാൻ പറയുന്നത്. രാമായണം വായിക്കുമ്പോൾ അത് കേൾക്കാനായിട്ട് ഭക്ത ഹനുമാൻ, അതായത് ആഞ്ജനേയ സ്വാമി വരുമെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ മൂന്നാമത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ഭക്തന്മാരുടെ മനസ്സിൽ ഹനുമാൻ, അതായത് ആഞ്ജനേയ സ്വാമിയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ നാലാമതായിട്ട് കർണാടകയിലെ ബെല്ലാരി ഡിസ്ട്രിക്റ്റിലെ കിഷ്കിന്ത അഞ്ജനി മല, അങ്ങനൊരു മലയുണ്ട്. അവിടെ ഭക്ത ഹനുമാൻ, അതായത് നമ്മുടെ ആഞ്ജനേയ സ്വാമി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് ഈ നീം കരോലി ബാബ എന്ന് പറയുന്ന ഒരു ബാബയുണ്ട്. ആ ബാബയുടെ ഭക്തന്മാർ വിശ്വസിക്കുന്നത് ആഞ്ജനേയ സ്വാമിയുടെ അവതാരമാണ് ഈ നീം കരോലി ബാബ എന്നാണ്. അത് വടക്കേന്ത്യയിലാണ്. ഇനി ഹിന്ദു പുരാണങ്ങൾ പറയുന്നത് കലിയുഗം അവസാനിപ്പിക്കുന്നത് കൽക്കി അവതാരമായി വരുന്ന മഹാവിഷ്ണു ഭഗവാന്റെ 10ാമത്തെ അവതാരമായിരിക്കുന്നു. ഈ കൽക്കി അവതാരം മഹാവിഷ്ണു ഭഗവാന്റെ 10ാമത്തെ അവതാരമാണ്. ആ അവതാരത്തോടു കൂടിയാണ് ഈ കലിയുഗം അവസാനിക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ വീണ്ടും ആദ്യം മുതൽ ഈ യുഗങ്ങൾ ആരംഭിക്കുമെന്നാണ് ഹിന്ദു പുരാണങ്ങളിലും തത്വശാസ്ത്രങ്ങളിലൊക്കെ പറയുന്നത്. പ്രളയം തന്നെയാണ് കലിയുഗത്തിൻ്റെ അവസാനം എന്നും പറയുന്നുണ്ട്. പിന്നെ പുരാണങ്ങളിൽ പറയുന്നത് കലി താമസിക്കുന്നത് 3-4 സ്ഥലങ്ങളുണ്ട്. അത് ഒന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ചൂതുകളി ഉള്ള സ്ഥലം, പണം വെച്ചുള്ള ചൂതുകളി അവിടെ. പിന്നെ ഈ അബദ്ധ സഞ്ചാരം നടത്തുന്ന ആളുകൾ, അവരുടെ കൂടെ കാണും കലി. പിന്നീട് സ്വർണം എന്ന് പറഞ്ഞാൽ ആ ലോഹത്തിലും കാണുമെന്നാണ് പുരാണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കലി താമസിക്കുന്ന ഈ സ്ഥലങ്ങൾ നമ്മൾ ഒഴിവാക്കിയാൽ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ട് അതിന് ദൂഷ്യഫലങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാനും പറ്റും, നമുക്ക് മോക്ഷം കിട്ടുകയും ചെയ്യാൻ പറ്റുന്ന എന്നാണ് പുരാണങ്ങളിൽ ഹിന്ദു തത്വശാസ്ത്രങ്ങളിലും എല്ലാം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കഠിനമായ പരീക്ഷണങ്ങൾ ഉണ്ടാകും, അതിനെ നമ്മൾ വിജയമായി കീഴടക്കണമെന്നും പറയുന്നുണ്ട്. നമുക്ക് എപ്പോഴും, കാരണം ഈ സാഹചര്യം എപ്പോഴും നമുക്ക് ഈ നല്ല മനസ്സുള്ള ആളുകൾക്ക് എതിരായിരിക്കും, എപ്പോഴും സാഹചര്യം എതിരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ കീഴടക്കാൻ ശ്രമിക്കണം. ആ സാഹചര്യത്തിനെ കീഴടക്കി വേണം നമ്മൾ
മുന്നോട്ട് പോകാൻ. പിന്നെ അതുപോലെ നമ്മൾ കണ്ടിട്ടില്ലേ, ഈ അച്ഛനമ്മയും പോലും നോക്കാത്ത ആളുകളുടെ മക്കൾ അവരെ നോക്കും നല്ല രീതിയിൽ. അതൊക്കെ കാണുമ്പോൾ മറ്റുള്ളവരെ പിന്നെ എനിക്കെന്താ, അങ്ങനെ നമ്മൾ തെറ്റായ വഴി കൂടെ സഞ്ചരിക്കാനുള്ള ഉദാഹരണങ്ങളാണ് നമ്മൾ കൂടുതലും നമ്മുടെ ചുറ്റും കാണുന്നത്. ഇപ്പം ആളുകൾ അധർമ്മത്തിൻ്റെ പുറകെ പോകാനുള്ള ചില കാരണങ്ങളിൽ ഒന്നാണത്. കാരണം ഈ അധർമ്മം വിജയിക്കുന്നത് കാണുമ്പോൾ എല്ലാവർക്കും നമുക്കും വിജയിക്കണം, എന്നാൽ പിന്നെ അധർമ്മം ചെയ്ത് കളയാമെന്നുള്ളൊരു ധാരണ മനുഷ്യനുണ്ടാവും, അങ്ങോട്ട് തിരിയുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ നല്ല മനസ്സുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്, എല്ലാ സാഹചര്യങ്ങളും അവർക്ക് എതിരായിരിക്കുമല്ലോ. അതൊരു വളരെ കഠിനാധ്വാനവും ഈശ്വര ഭക്തിയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ നിന്ന് അവർക്ക് കടന്ന് കയറാൻ പറ്റൂ, അതായത് അവർക്ക് ആ സാഹചര്യം അതിജീവിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഇതിനെപ്പറ്റി പറയാൻ. നന്ദി, നമസ്കാരം.